കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 5-ാമത്തെ പാഠമാണ്. ശമര്യക്കാരുടെ സാക്ഷ്യം എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം നിങ്ങളെയും ഞാൻ ഇന്നത്തെ ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ബിനോയ് ചാക്കോ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവനാമത്തിൽ ഞാൻ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തു. പാസ്റ്റർ സിൽസ്മോൻ ചാക്കോ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ 5-ാമത്തെ പാഠത്തിൻ്റെ ചർച്ചയിലേക്ക് പാസ്റ്ററെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി പാസ്റ്റർ. യഹൂദന്മാരും ശമര്യക്കാരും തമ്മിലുള്ളതായ ഒരു ഡിഫറൻസ് ആണ് ഇന്നത്തെ പാഠത്തിൻ്റെ പ്രധാന വിഷയം. എന്നാൽ ഈ പാഠത്തിൻ്റെ കഥാപുരുഷൻ കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്. ശമര്യക്കാരോട് സുവിശേഷം അറിയിച്ചതായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ചെയ്തികളും വിശേഷങ്ങളുമാണ് നാം ഇന്ന് ഈ ആഴ്ചയിൽ നാം പ്രത്യേകിച്ച് പഠിക്കുന്നത്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യമാണ്. ഇനി നിൻ്റെ വാക്ക് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. പാസ്റ്റർ ബിനോയ്, കർത്താവ് യേശു ക്രിസ്തു അനേക വ്യക്തികളോട് സുവിശേഷം പറഞ്ഞതായി വേദപുസ്തകത്തിലുണ്ട്. ആദ്യം ശിഷ്യന്മാരെ കൂട്ടി അവരെ എന്താണ് സുവിശേഷമെന്ന് പഠിപ്പിക്കുകയും അവരെ സുവിശേഷീകരണത്തിനായി സജ്ജമാക്കുകയും ചെയ്യുന്നതായ പ്രവൃത്തിയിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷ മുഴുനീളവും ചിലവഴിച്ചു. എന്നാൽ ചില സ്ഥലങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു തന്നെ ചെന്ന് തന്നെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അത്തരത്തിൽ ഒരു കൂട്ടരാണ് ശമര്യക്കാർ. ഈ ശമര്യക്കാർ ആരായിരുന്നു? വാസ്തവത്തിൽ യഹൂദന്മാർക്ക് ശമര്യരുമായിട്ടൊരു ബന്ധമില്ലായ്മയാണ് തുടക്കം മുതൽ നമ്മൾ കാണുന്നത്. ഒരിക്കൽ പോലും ഒരു യഹൂദനും ശമര്യയിൽ പോകേണ്ടി വന്നാൽ പോലും തൊട്ടടുത്തുള്ള രാജ്യമാണെങ്കിൽ പോലും ശമര്യയിൽ കടക്കാൻ കഴിയാത്തത് കൊണ്ട് വളരെ ബന്ധപ്പെട്ട് ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉച്ചനീചത്വം കൽപ്പിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. ശലോമോൻ്റെ ഭരണശേഷം ഇസ്രായേൽ ഗോത്രത്തിലെ 10 രാജ്യങ്ങൾ, വടക്കേ രാജ്യമെന്നറിയുന്ന രാജ്യം പാപത്തിൻ്റെ ഫലമായിട്ട് പ്രവാസത്തിലേക്ക് പോയി. BC 721 അശൂർ രാജാവായിരിക്കുന്ന സൽമനേസർ ഇവരെ കൊണ്ടുപോയി ശമര്യയിൽ പാർപ്പിച്ചു. അപ്പോൾ ശമര്യയിൽ പാർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ 10 ഗോത്രം പ്രവാസത്തിലേക്ക് പോയി. അവർ ശമര്യരുമായി ഇടകലർന്നു. യേശുക്രിസ്തുവിൻ്റെ കാലമായപ്പോഴത്തേക്കും ഒരു സങ്കര ഇനം, ഒരു മിക്സഡ് ഗ്രൂപ്പായി ഇവരങ്ങോട്ട് മാറി. അപ്പോൾ ഇവരുടെ ഭാഷ അവ്യക്തമാണ്, വസ്ത്രധാരണം അവ്യക്തമാണ്, ഒരു യഹൂദന് ചേരുന്ന രീതിയിലല്ല. പക്ഷേ ഞങ്ങളുടെ ആൾക്കാരാണ് ഇവർ എങ്കിൽ പോലും അവരെ അംഗീകരിക്കാൻ ഒരു വൈമനസ്യം, അങ്ങനെ അത്രമാത്രം അവരുമായി ഇടകലർന്ന് അവരുടെ രീതികൾ മര്യാദകൾ പഠിച്ച് യഹൂദന്മാർക്ക് വെറുക്കുന്ന ഒരു ജനമായി അവർ മാറി. അതുകൊണ്ട് എക്കാലത്തും അവരുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം പുലർത്തുവാനും യഹൂദന്മാർ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ യേശുവിനെ സംബന്ധിച്ച് അതല്ലായിരുന്നു താനും ചിന്ത. കർത്താവ് യേശു ക്രിസ്തു ഈ ബാരിയറൊക്കെ അതിജീവിച്ച് ശമര്യക്കാരോട് സുവിശേഷം അറിയിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് അതുവഴി കടന്നു പോയതെന്ന് വേദപുസ്തകം പറയുന്നു. ആ കിണറ്റിൻ്റെ അരികിലുണ്ടായിരുന്നതായ ശമര്യ സ്ത്രീയുമായി കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയാണ് സംഭാഷണം നടത്തിയത്? എങ്ങനെയാണ് സംഭാഷണം ആരംഭിച്ചത്? അവിടെ ആ കിണറ്റിലരിയിലെ ശമര്യ സ്ത്രീയുടെ അടുക്കലേക്ക് വന്ന് ക്രിസ്തു ഒരു സംഭാഷണം ആരംഭിക്കുവാനുള്ള ഒരു സാഹചര്യം ക്രിസ്തു തന്നെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. ആ സ്ത്രീയോട്, ആ സാഹചര്യത്തിൽ വെള്ളം കോരിക്കൊണ്ടിരുന്ന സ്ത്രീയോട് വെള്ളം ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ആ സ്ത്രീയുടെ മറുപടി വെള്ളം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ക്രിസ്തു പറയുന്നു, നീ എനിക്ക് വെള്ളം തന്നാൽ നിനക്ക് ഞാൻ ജീവൻ്റെ ജലം തരാം, ഞാനാകുന്നവൻ എന്ത് ചെയ്യും, ജീവൻ്റെ ജലം തരാമെന്ന് പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. പിന്നീട് ആ സ്ത്രീയുടെ ഭവനത്തെക്കുറിച്ച് കൂടുതലായിട്ട് ക്രിസ്തു ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ആ സ്ത്രീക്ക് ഇത് മിശികയാണെന്ന് തിരിച്ചറിയുന്നു. അതായത് ആ സ്ത്രീ ആരാണെന്നും സ്ത്രീയുടെ ഭർത്താവ് ആരാണെന്നും ഇപ്പോഴുള്ളത് ഭർത്താവാണോ എന്നും അതിനുശേഷം ഭർത്താക്കന്മാർ എത്രയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയും പറയുമ്പോൾ ആ സ്ത്രീക്ക് എങ്ങനെ എൻ്റെ ഈ രഹസ്യങ്ങളെ ഈ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവസാനം സ്ത്രീ മനസ്സിലാക്കുന്നത് ഇത് മിശികയാണ് എന്ന് മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ജീവൻ്റെ ജലം തരാം എന്ന് പറഞ്ഞ ഈ ക്രിസ്തുവിനെ മിശികയായി ഈ സ്ത്രീ മനസ്സിലാക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു. പാസ്റ്റർ, ഈ ക്രിസ്തുവിൻ്റെ മശിഹാത്വം ശമര്യക്കാർ അംഗീകരിക്കാനുള്ളതായ ഒരു പ്രധാന സംഭവമായിട്ടാണ്
ഈ സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 4-5 അധ്യായങ്ങളിലായി ഈ കഥ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ സ്ത്രീയോട് സംഭാഷിക്കുന്നതായ സംഭാഷണത്തിൽ ഈ സ്ത്രീക്ക് തന്നെ പല തലങ്ങളിൽ യേശു ക്രിസ്തുവിനെ മനസ്സിലാകുന്നതായിട്ട് കാണുവാൻ ഗുണം സാധിക്കും. യജമാനനെ എന്നും പ്രവാചകനെ എന്നും പിന്നെ മശിഹ എന്നും കണ്ടെത്തുന്നതായിട്ട് സ്ത്രീക്ക് മനസ്സിലാക്കുവാൻ ഗുണം സാധിക്കും. ഈ സാക്ഷീകരണത്തിന് എന്തുകൊണ്ടാണ് പലപ്പോഴും പല തടസ്സങ്ങൾ നേരിടുന്നത്? എന്തൊക്കെയാണ് ഈ തടസ്സങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളതായ സാക്ഷീകരണത്തിനും പ്രകടമായി കാണുന്നത്? വാസ്തവത്തിൽ ദൈവമാണ് ചെയ്തത്, അല്ലെങ്കിൽ യേശുവാണ് എനിക്ക് ഇന്നത് ചെയ്തതെന്ന് വളരെ വ്യക്തമായിട്ടൊരു ഉത്ബോധമുണ്ട്. പക്ഷേ അത് പലപ്പോഴും പറയാൻ മടിക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ സാക്ഷീകരണം പരാജയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ആ ഒരു മാർഗത്തിലേക്ക് പോകാനുള്ള വൈമനസ്യം, തുടർന്നും ആ പാത തിരഞ്ഞെടുക്കാനുള്ള വൈമനസ്യം. ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെടും, ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു വിചിത്ര വസ്തുവായി അല്ലെങ്കിൽ വ്യക്തിയായി ജനങ്ങൾ എന്നെ കാണും എന്നുള്ളത് കൊണ്ട് പലരും സത്യം മൂടി വെക്കുക. യേശുവിനെ സംബന്ധിച്ച് ശമരിയക്കാരുടെ അടുത്തോടെ പോകേണ്ടി വന്നു, സൂക്കാർ പട്ടണത്തിലേക്ക് പോകേണ്ടി വന്നു. വാസ്തവത്തിൽ വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് യേശു അവിടെ ചെന്നത്. പക്ഷേ ആ സ്ത്രീയുടെ ചരിത്രം ആർക്കും അറിയാത്തൊരു ചരിത്രം. നട്ടുച്ച സമയത്ത് വെള്ളം കോരാൻ ഒരു ശമരിയ സ്ത്രീ വരിക അസ്വാഭാവികമാണ്. പക്ഷെങ്കിൽ അവൾ എല്ലാവരും പോയി കഴിഞ്ഞ്, സമൂഹത്തിൽ സാക്ഷ്യമില്ലാത്തൊരു സഹോദരി ആയിരുന്നുകൊണ്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ആരും എന്നെ അറിയണ്ട, രഹസ്യമായി ഒന്ന് കോരാം എന്ന് ചിന്തിച്ച് വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു യഹൂദൻ അവിടെ ഇരിക്കുന്നു. ആ യഹൂദൻ കണ്ട മാത്രമേ അവളോട് ചോദിക്കുന്നു. യേശുവിന് വാസ്തവത്തിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അവളുമായിട്ട് യേശു സംഭാഷിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ കാരണം തന്നെ യേശുവിൻ്റെ ഉദ്ദേശം അവളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ജീവൻ്റെ ബലം ജലത്തെക്കുറിച്ച് ചോദിക്കുകയും അവളുടെ കുടുംബത്തിലെ മറവായിരുന്ന പല രഹസ്യങ്ങൾ യേശു വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യേശുവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറുകയാണ്. യജമാനനായി പ്രവാചകനായി അവസാനം യേശുവിനെ മശിയായി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഇവളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ വ്യക്തിയെ എന്ത് വില കൊടുത്തും സാക്ഷീകരിക്കും എന്നുള്ള ദൃഢനിശ്ചയം, ജീവിതത്തിൽ ഇന്ന് വരെ ആർക്കും അറിയാത്ത ചരിത്രം വെളിപ്പെടുത്തിയ യേശുവിനെക്കുറിച്ചുള്ള അവിടെ ആ യേശുവിനോടുള്ള മതിപ്പ് പട്ടണത്തിൽ പോയി സാക്ഷീകരിക്കാനും അതിലൂടെ അവരനേകർ യേശുവിനെ അറിയുവാനും ഇടയായി തീർന്നു എന്നാണ് ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മിലുണ്ടായിരിക്കുന്നതായ ഞാൻ എന്നുള്ളതായ ഭാവവും ആ ഈഗോയിസ്റ്റിക് ചിന്താഗതിയുമാണ് യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരുമായി സാക്ഷീകരിക്കുവാൻ തടസ്സമായി പ്രധാനമായും നിലനിൽക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ സാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് കർത്താവ് യേശു ക്രിസ്തു ശമര്യയിൽ പോയി സുവിശേഷം അറിയിച്ചതിനെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു ഈ സ്ത്രീയുടെ ഹൃദയത്തെ സ്പർശിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നു. കാരണം അവളുടെ മനസ്സിലുള്ളതും അവൾ ചെയ്തതുമായ പ്രവൃത്തികളൊക്കെയും കർത്താവ് യേശു ക്രിസ്തു കാണുകയും അവളോട് സംഭാഷിക്കുകയും ഒടുവിൽ ആ സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയും മാത്രവുമല്ല ഒരു വലിയ സമൂഹത്തെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. എങ്ങനെയാണ് യേശു ക്രിസ്തുവിന് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിക്കുവാൻ തക്കോണം കഴിഞ്ഞത്? യേശുവിൻ്റെ ചിന്തകൾ, ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഇരിക്കുന്ന ചിന്തകൾ യേശുവിന് അറിയാൻ സാധിക്കും. ഏതുദ്ദേശത്തോടു കൂടിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്, ആ വ്യക്തിയുടെ വിചാരങ്ങൾ ഏതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് യേശുവിന് അറിയാം. ഈ നിക്കോദിമോസിൻ്റെ അടുക്കൽ നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വരികയും അവൻ്റെ രഹസ്യങ്ങളും അവൻ്റെ സകല കാര്യങ്ങളും അവൻ്റെ രക്ഷയ്ക്ക് പ്രാപ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് യേശു പറയുമ്പോൾ അത് അക്ഷരം പ്രതി അനുസരിച്ച് അംഗീകരിച്ച് നിക്കോദിമോസ് കടന്നു പോവുകയാണ്. പിന്നീട് നിക്കോദിമോസിനെ യേശുവിൻ്റെ തത്വങ്ങൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുവിൻ്റെ ക്രൂശ് മരണ സമയത്തും നിക്കോദിമോസിനെ കാണുന്നത്. ശമരിയക്കാരി സ്ത്രീയുടെയും പശ്ചാത്തലം അത് തന്നെയാണ്. വളരെ അറപ്പുളവാക്കുന്ന, അല്ലെങ്കിൽ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അവരെക്കുറിച്ചുള്ളത്. പക്ഷേ ഇതെല്ലാം മൂടി വെച്ചിട്ടാണ് അവൾ വരുമ്പോഴും കർത്താവ് അവളുടെ ഹൃദയത്തിലെ നിലവാരത്തെ ഒറ്റയടിക്കുക ഒരു സ്കാനിങ്ങിൽ എന്ന പോലെ വളരെ വ്യക്തമായി കണ്ടു. അവിടെ അതുവരെയുള്ള കാലങ്ങൾ കണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് യേശു പറഞ്ഞു. 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോഴും ഒരുവനുണ്ട്, പക്ഷേ അവനും ഭർത്താവല്ല. ഈ ചിന്തകളെല്ലാം ഒന്ന് അവളെ യേശു കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് യേശു അവളെ സ്നേഹിക്കുന്നു. ഈ തെറ്റുകാരിയും കുറ്റക്കാരിയുമായിരിക്കും എന്നോടാണോ ഗുരു വെള്ളം ചോദിച്ചത്? യേശു എനിക്ക് നിത്യജീവൻ തരാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം പറഞ്ഞപ്പോൾ അവൾ ഓടിച്ചെന്ന് അവളെ അകറ്റി നിർത്തിയ സമൂഹത്തിനടുക്കൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെയും രഹസ്യങ്ങൾ പറയുവാൻ കഴിയുന്ന ഒരു മശിഹായെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ്റെ അടുക്കൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്നുള്ളൊരു സാക്ഷീകരണം അതിലൂടെ നടക്കുകയാണ്. അങ്ങനെയാണ് അവൾ യേശുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുവാനും ഒരു പട്ടണത്തെ മുഴുവൻ യേശുവിലേക്ക് അടുപ്പിക്കുവാനും കാരണമായി മാറിയത്.
ബിനോയ് ചാക്കോ സാർ പറഞ്ഞതുപോലെ തന്നെ നിക്കോദീമോസിനെയും സമാനമായ രീതിയിലേക്ക് യേശു ക്രിസ്തു ആകർഷിക്കുകയുണ്ടായി. അത് ആ 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിച്ചില്ലെങ്കിലും പിന്നത്തേതിൽ നിക്കോദീമോസ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീർന്നു. സമാനമായി കർത്താവായ യേശു ക്രിസ്തു ഈ കിണറ്റിനരികിലുള്ളതായ സ്ത്രീയെയും ശേഷം ആ പ്രദേശത്തുള്ളതായ പ്രദേശനിവാസികളെയും യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കുകയുണ്ടായി. ഇവരെ തമ്മിലുള്ളതായ സമാനതകൾ എന്തെല്ലാമാണ്? നിക്കോദിമസിനെ സംബന്ധിച്ചിടത്തോളം നിക്കോദിമസ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ കണ്ട് മിശിഹയാണ് എന്ന് സംശയത്തോടു കൂടിയാണ്, ഇപ്പോൾ പ്രവർത്തനങ്ങളിലൂടെ ഇതാണ് മിശിഹ എന്നുള്ള ഒരു സംശയത്തോടെ അത് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ആ രാത്രിയിൽ വരുന്നത്. അവിടെ വന്നതിന് ശേഷം യേശുവായിട്ടുള്ള സംഭാഷണത്തിൽ മിശിഹയാണ് എന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു? നിക്കോദിമസിന് സാധിച്ചു. അപ്പം യേശുവിൻ്റെ അടുക്കിലേക്കാണ് നിക്കോദിമസ് വരുന്നത്, എന്നാൽ ശമരിയ സ്ത്രീയുടെ അടുക്കിലേക്കാണ് യേശു പോകുന്നത്. ഈ രണ്ടുപേരുടെയും സമാനതകൾ എന്ന് പറയുന്നത്, രണ്ടുപേരിൽ നിന്നും യേശുവിന് അവരുടെ രഹസ്യങ്ങളെ അല്ലെങ്കിൽ അവരിലുള്ള കാര്യങ്ങളെ അവർക്ക് ബോധ്യപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. അതിലൂടെ യേശുവിലേക്ക് അവരെ എന്ത് ചെയ്തു? ആകർഷിച്ചു. രണ്ടു പേർക്കും ഇവരിലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇവരാരാണ് എന്നുള്ളത് യേശുവിന് ഒരുപക്ഷെ ആർക്കും അറിയില്ല എന്നിവർ ചിന്തിച്ച കാര്യങ്ങളെ യേശുവിന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിച്ചു. അങ്ങനെയാണ് യേശു അവരിലേക്ക് അവരെ രണ്ടുപേരെയും ആകർഷിച്ചത്. അത് മിശിഹയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിലും രക്ഷയിലേക്ക് അവരെ നയിക്കുന്നതിലും ആയിരുന്നു. പാസ്റ്റർ ബിനോയ്, ഈ രണ്ടുപേരുടെയും ഹൃദയത്തെ അറിഞ്ഞതായ കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇന്ന് നമ്മുടെ മനുഷ്യ പ്രശ്നങ്ങളെ അറിയുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് എങ്ങനെ സാധിക്കും? ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. മനുഷ്യൻ്റെ മാത്രമല്ല മുഴു ലോകത്തിൻ്റെയും കാര്യങ്ങൾ കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർത്താവിൻ്റെ നോട്ടവും കർത്താവിൻ്റെ സ്വാധീനവും ഈ സമൂഹത്തിലെ ഏറ്റവും തഴയപ്പെട്ട ആൾക്കാരുമായിട്ടായിരുന്നു. കാരണം അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ കർത്താവ് അറിയുന്നു. കർത്താവിൻ്റെ വാക്കുകൾ അനുകമ്പയോടുള്ള വാക്കുകളായിരുന്നു. കർത്താവിൻ്റെ സ്പർശനം വേദനിക്കുന്നവനൊരു താങ്ങായിരുന്നു. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്നവനെ ചേർത്ത് പിടിക്കുന്നതായിരുന്നു. ഇതെല്ലാം ആണ് കർത്താവിനെ ജനങ്ങൾ കൂടുതലായിട്ട് കർത്താവിലേക്ക് വന്നത്. ഇന്നും സഭാവ്യത്യാസമന്യേ ജാതിമത ഭേദമന്യേ സകല മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾക്ക് യേശു മതിയായവനായത് യേശു ആയതുകൊണ്ടല്ല, മറിച്ച് യേശു സകലരുടെയും സൃഷ്ടാവായതുകൊണ്ടാണ്. സൃഷ്ടാവിനെ വേദനിക്കുള്ളൂ. ഒരു കുഞ്ഞിന് വിശക്കുമ്പോൾ കരയുമ്പോൾ അത് മനസ്സിലാകുന്നത് അമ്മയ്ക്ക് മനസ്സിലാകുന്നത് പോലെ സകല മനുഷ്യൻ്റെയും സകല പ്രശ്നങ്ങളും അനായാസം മനസ്സിലാക്കി അവനൊരു ശാശ്വതമായ പരിഹാരം നടത്തുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശു സ്നേഹസമ്പന്നനാണ്. യേശുവിൻ്റെ ദൗത്യം മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുക, പരാജിതവനെ ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിന് സകല മനുഷ്യനെയും അവൻ്റെ പ്രശ്നങ്ങളെ അറിയാം. പാസ്റ്റർ, നമ്മുടെ പ്രശ്നങ്ങളെ അറിയുന്നവനായ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യരോട് സംസാരിക്കുകയും അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ ശമര്യക്കാരത്തി സ്ത്രീയോട് കർത്താവ് യേശു ക്രിസ്തുവും ഇടപെടുന്നത്. അവളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും അത് പരിഹരിക്കാനുള്ളതായ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മാത്രവുമല്ല എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷ പ്രാപിക്കാം എന്ന് പറയുകയും പിന്നത്തേതിൽ യേശു ക്രിസ്തു മറ്റാരോടും പറയാത്തതായ ഒരു വസ്തുത പറയുകയാണ്, ഞാൻ മശിഹായാണ് എന്ന്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീയോട് താൻ മശിഹായാണ് എന്ന് വെളിപ്പെടുത്താൻ കാരണം? തീർച്ചയായിട്ടും ഇപ്പോൾ നിക്കോദിമസിൻ്റെയും ഈ ശമരിയ സ്ത്രീയുടെയും കാര്യം പറഞ്ഞതുപോലെ മുമ്പ് ഞാൻ സംസാരിച്ചതുപോലെ തന്നെ നിക്കോദിമസ് അടുത്തേക്ക് വരികയാണ്. കാരണം മശിഹയാണ് എന്ന കാര്യം ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ആ സംശയം തീർക്കാനാണ് വരുന്നത്. പക്ഷേ ശമരിയക്കായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ മശിഹയാണെന്ന് പ്രവർത്തനങ്ങളിൽ നിന്നോ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു സാധ്യത അവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞിട്ടല്ലാതെ മറ്റാര് പറഞ്ഞും ഈ ശമരിയ സ്ത്രീക്ക് താൻ മശിഹയാണെന്ന് സ്ത്രീക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ക്രിസ്തു സ്വയം ഞാൻ മശിഹയാണെന്ന് ആ ശമരിയക്കായ സ്ത്രീയോട് പറയുന്നത്. അതുകൊണ്ട് ആ സ്ത്രീക്ക് മശിഹയെ കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിച്ചു. സ്ത്രീ മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ മശിഹയെ കണ്ടു എന്ന് സാക്ഷീകരിക്കുകയും നിങ്ങളും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരൂ, നിങ്ങളുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന മശിഹയെ ഞാൻ കണ്ടെത്തി എന്ന് സാക്ഷീകരിക്കുകയും ചെയ്തു. നാം ഇന്ന് ലോകത്തിൽ പഠനം നടത്തുമ്പോൾ പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യർക്ക് വെളിപ്പെടുന്നതായ വിധങ്ങളെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത് പ്രത്യേകമായ വെളിപ്പെടുത്തലുകൾ കർത്താവായ യേശു ക്രിസ്തു ഇന്നും മനുഷ്യരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സത്യദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് യേശുവായിട്ട് അവർക്ക് വെളിപ്പെടുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു.
പ്രത്യേകിച്ച് വെള്ള വസ്ത്രം ധരിച്ചതായ ഒരു തിളക്കമുള്ളതായ ഒരു മനുഷ്യൻ അവരിൽ പ്രത്യക്ഷമാവുകയും ആ യേശു ക്രിസ്തു ആരാണ് എന്ന് പഠിക്കുന്നതിന് സുവിശേഷത്തിലേക്ക് അവരെ നയിക്കുന്നതായിട്ടുമൊക്കെ അനേക സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കോണം സാധിക്കും. സത്യം അന്വേഷിക്കുന്നതായ ദൈവമക്കൾക്ക് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുകയും അവരെ സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നാം പൗലൂസിൻ്റെ ജീവിത അനുഭവം വായിക്കുകയാണ് എങ്കിൽ പൗലൂസ് യഹൂദ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും തൻ്റെ വിശ്വാസം വളരെ ശരിയാണ് എന്നും വളരെ തീക്ഷ്ണതയോടും കൂടെ പ്രവർത്തിക്കുന്നതായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പൗലൂസിനെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി വിളിക്കുന്നത്. ഒരുപക്ഷെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് മറ്റാരെങ്കിലും ചെന്ന് പൗലൂസിനോട് പറഞ്ഞിരുന്നെങ്കിൽ അവരെ കൊന്നുകളയുമായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു ദർശനം നൽകി പൗലൂസിനെ തൻ്റെ ഭാവത്തേക്ക് നയിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. തന്നെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്നുള്ളതിനൊരു സാക്ഷ്യം കൂടെയാണ് ഈ രണ്ട് സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കോണം സാധിച്ചത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, കർത്താവായ യേശു ക്രിസ്തു ശമരിയയിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സംഭാഷണം എപ്രകാരമാണ് ആ സമൂഹത്തെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീർന്നത്? ഈ ശമരിയക്കാരിയായ സ്ത്രീയോടുള്ള യേശുവിൻ്റെ സംഭാഷണം വളരെ വ്യത്യസ്തമാണ്. സാക്ഷാൽ ഒരു യഹൂദനായിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് യാതൊരുവിധ മുൻവിധികളും കൂടാതെ അവരെ ചേർത്ത് നിർത്തി സംസാരിക്കുന്ന യേശുവിൻ്റെ സംഭാഷണം. യേശു സംസാരിക്കുമ്പോഴെല്ലാം തെറ്റുകാരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ വേണ്ടി ജീവിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, യേശു പറയുന്നത് നിത്യജീവനിലേക്ക് ഒരുങ്ങുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്ക് വേണ്ടിയത്. നിത്യജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ നിത്യജീവനുള്ള പ്രാധാന്യമാണ് അവൾ തെറ്റുകാരിയാണെന്നും എനിക്ക് രക്ഷ വേണമെന്നുള്ള ചിന്തയിലേക്ക് അവളെ നയിച്ചത്. അതുപോലെ തന്നെ യേശു അവളോട് പറയുന്നുണ്ട്, പിതാവിനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അത് ഈ മലയിലും ആ മലയിലുമല്ല. ദൈവത്തെ ആരാധിക്കേണ്ട സാഹചര്യങ്ങളുടെ വെളിച്ചത്തിലല്ല. സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും ദൈവത്തെ ആരാധിക്കേണ്ടവർ എവിടെയും ആരാധിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് വരണമെന്നുള്ള അവളുടെ സംഭാഷണം, അവളുടെ ജീവിതത്തിൻ്റെ രഹസ്യ കലവറ യേശു തുറന്ന് കടന്നു ചെല്ലുന്നു. ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി അവളെ കുറ്റബോധത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു. പശ്ചാത്താപം നൽകുവാൻ, പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു മശിഹയുടെ മുമ്പിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. ഈ മശിഹായ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാലാകാലങ്ങളായി എൻ്റെ ജനവും എൻ്റെ പ്രിയപ്പെട്ട ഒരു രാജ്യവും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ആ മശിഹായിലൂടെ നമുക്ക് രക്ഷ സാധ്യമാണ്. ആ പ്രസ്താവനയാണ് അവൾ ഓടിച്ചെന്ന് ആ പട്ടണത്തെ ഇളക്കി മറിച്ച് യേശുവിലേക്ക് അവരെ നയിക്കുന്നത്. നമ്മുടെ ആ സംഭാഷണം, നമ്മുടെ രക്ഷയുടെ, നമ്മുടെ സാക്ഷീകരണം സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കരയറ്റുന്നതായിരിക്കണം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സാക്ഷീകരണം പൂർണ്ണമാകും. കർത്താവ് യേശു ക്രിസ്തു സാധാരണ ഒരു സംഭാഷണത്തിൽ നിന്നാണ് രക്ഷയുടെ സുവിശേഷത്തിലേക്ക് കടന്നത്. നാം സാക്ഷീകരിക്കുമ്പോഴും ഓരോ വ്യക്തികളെയും നാം കാണുമ്പോൾ സാധാരണ ജീവിത മേഖലകളിൽ അവരെ കണ്ടുമുട്ടുമ്പോൾ അവരെ രക്ഷയിലേക്ക് നയിക്കാനുള്ളതായ സംഭാഷണത്തിലേക്ക് നാം ഏർപ്പെടണം എന്നുള്ളതുകൂടെയുള്ളതായ ഒരു ആഹ്വാനമാണ് നമുക്ക് ഈ പാഠത്തിൽ ലഭിക്കുന്നത്. പാസ്റ്റർ സെൽസ്, കർത്താവായ യേശു ക്രിസ്തു തനിക്ക് സ്വന്തം സ്ഥലത്ത് ലഭിക്കാത്തതായ ആദരവാണ് ശമരിയിൽ ലഭിച്ചതായിട്ട് ഇവിടെ കാണുവാൻ തക്കോണം സാധിക്കുന്നത്. യേശു ക്രിസ്തു തന്നെ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? യേശു ക്രിസ്തു തന്നെ പറയുന്നത് പ്രവാചകന്മാർക്ക് സ്വന്തം ദേശത്ത് സ്ഥാനം ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ക്രിസ്തുവിന് സമരിയയിൽ ഇത്രയധികം സ്വീകരണം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായത് ആ സമരിയക്കാരി സ്ത്രീയാണ്. ആ സ്ത്രീയുടെ സാക്ഷീകരണമാണ്. നിസ്വാർത്ഥമായിട്ട്, അല്ലെങ്കിൽ മടിയൊന്നും കൂടാതെ, നാണമോ ചമ്മലോ ഒന്നും കൂടാതെ യേശുവിനെ മിശിഹായാണ് എന്ന് കണ്ടെത്തിയത് മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷീകരിക്കുവാനുള്ള മനസ്സ് ആ സ്ത്രീക്കുണ്ടായി. ഒരുപക്ഷെ നിക്കോദെമസിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം യേശുവിനെ സാക്ഷീകരിക്കാൻ നിക്കോദെമസിന് സാധിച്ചില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിക്കോദെമസ് ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ദേശത്തെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെ യേശുവിനെ സാക്ഷീകരിക്കുന്നതിൽ നിന്നും പിൻവലിക്കുന്ന ചില ചട്ടക്കൂടുകൾ, അല്ലെങ്കിൽ ചില പാരമ്പര്യങ്ങൾ, ചില സ്ഥാനമാനങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ ഈ വിധത്തിലുള്ള ഒരു കെട്ടുപാടും ഈ സ്ത്രീക്കുണ്ടായിരുന്നില്ല. ഈ സ്ത്രീ ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഉടനെ തന്നെ ആ ദേശം മുഴുവനും ക്രിസ്തുവിനെ സാക്ഷീകരിക്കുകയും ക്രിസ്തുവിനെങ്കിലേക്ക് ആ ദേശത്തെ മുഴുവനും ആകർഷിക്കുകയും ചെയ്തു. തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന സ്ത്രീക്ക് അറിയാമായിരുന്നിട്ട് പോലും, പലരും തന്നെ കളിയാക്കുമെന്ന് മനസ്സിലായിരുന്നിട്ട് പോലും ആ സ്ത്രീ അത് ചെയ്യുവാൻ തക്കവണ്ണം തുനിഞ്ഞു.
അതാണ് യേശുവിന് അവിടെ വലിയ സ്വീകരണം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് മനസ്സിലാക്കാൻ. യേശു ക്രിസ്തു മസിഹായാണ് എന്നുള്ളതായ ഒരു തിരിച്ചറിവ് ആ സ്ത്രീക്ക് ചെറിയ സന്തോഷമല്ല നൽകിയത്. തീർച്ചയായിട്ടും. പാസ്റ്റർ, നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിൽ സുവിശേഷീകരണ വേല ചെയ്യുന്നത്? ഇന്ന് ലോകത്തിൽ ഏറ്റവും ആത്മീയ ഗോളത്തിൽ പലരും മുതിരാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാക്ഷീകരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യം. ഒരുപക്ഷെ പ്രതികൂലങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ കണ്ടുകൊണ്ടായിരിക്കും പലരും മാറി നിൽക്കുന്നത്. നമ്മൾ ലാഭയിച്ച് നോക്കാതെ സാക്ഷീകരിക്കേണ്ട ആരെയാണ് സാക്ഷീകരിക്കേണ്ടത്, എവിടെയാണ് സാക്ഷീകരിക്കേണ്ടത്, എങ്ങനെയാണ് സാക്ഷീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വേണ്ട ഒരു പരിജ്ഞാനം പലർക്കും ഇല്ല. പലപ്പോഴും ഈ സാക്ഷീകരിക്കുന്ന സാക്ഷ്യത്തിന് പ്രാധാന്യമില്ലാത്തടത്ത് പോയി സാക്ഷീകരിക്കുക. അതുകൊണ്ട് ജനങ്ങളൊട്ട് രക്ഷയിലേക്ക് വരുന്നില്ല. യേശു ഒരുപക്ഷെങ്കിൽ ശമരിയിൽ സ്പെൻഡ് ചെയ്ത സമയം വേറെ യഹൂദയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്തായിരുന്നെങ്കിൽ അത്രയും നല്ലൊരു പ്രതികരണം ഉണ്ടാകുകയില്ലായിരുന്നു. വെറുതെ പ്രയോജനമില്ലാത്ത ഇടങ്ങളിൽ സാക്ഷീകരിക്കുക. ദൈവത്തെ അറിയാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഇടംകൈ വലംകൈ തിരിച്ചറിയാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന അനേകരുണ്ട്. അനേകരിന്ന് യേശുവിനെ തപ്പിക്കൊണ്ടിരിക്കുക. യേശുവിനെ ആശ്രയിക്കാനും സത്യത്തിലേക്ക് വരാനും അനേകർ വെമ്പൽ കൊള്ളുക. പക്ഷേ പലപ്പോഴും സാക്ഷ്യത്തെ വേണ്ട രീതിയിൽ സാക്ഷീകരിക്കാതെയും വെളിപ്പെടുത്താതെയും നമ്മുടെ പ്രത്യേക വ്യക്തിഗത താല്പര്യത്തിന് വേണ്ടി നീങ്ങുന്നത് കൊണ്ട് കർത്താവിനെ സാക്ഷീകരിക്കാൻ സാധിക്കാതെ വരികയാണ്. നാം സാക്ഷീകരിക്കേണ്ടതുപോലെ സാക്ഷീകരിക്കേണ്ടടുത്ത് സാക്ഷീകരിച്ചാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനേക യേശുവിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. ഈ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ നാം എപ്രകാരം ഏത് വിധേനെ മറ്റുള്ളവരെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കണം എന്നുള്ളതായ ഒരു ആഹ്വാനമാണ് ഈ പാഠത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ പാഠം പഠിച്ചതായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളടച്ച് പാസ്റ്റൽസുമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒരു വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവെ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. അനുഗ്രഹപ്രദമായി ഈ പാഠം അടിയങ്ങൾക്ക് നൽകിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞതായ രണ്ടു പേരുടെ പ്രതികരണത്തെക്കുറിച്ച് അടിയങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. മിശിഹായായി കർത്താവെ അങ്ങേ അംഗീകരിച്ചതായ ശമരിയക്കായ സ്ത്രീ അങ്ങയുടെ ഒരു വലിയ സാക്ഷിയായ ദേശത്ത് മാറുകയും അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ആ സ്ത്രീക്ക് സാധിച്ചു പിതാവെ. അപ്രകാരം കർത്താവെ മടി കൂടാതെ അങ്ങേ സാക്ഷീകരിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരും അടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പാഠപഠനത്തിൽ സംബന്ധിച്ച ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും അങ്ങയുടെ പരിശുദ്ധാത്മാവൻ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ, ആമേൻ. ഈ പാഠത്തിൽ ചർച്ച ചെയ്ത പാസ്റ്റർ വിൽസനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റർ ബിനോയ്, താങ്ക് യു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഞങ്ങളോടൊപ്പം ഈ പാഠം നിങ്ങളും പഠിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു സാധാരണ മനുഷ്യരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ശ്രമിച്ചതുപോലെ നാം ഓരോരുത്തരും മറ്റുള്ളവരെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെയും ശക്തിപ്പെടുത്തി അതിനെ നയിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.